അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു വീട്ടിൽ തന്നെ പൊതിച്ചോറുണ്ടാക്കണമെന്ന്. അപ്പോൾ ഇന്ന് കേട്ടോ ആ ആഗ്രഹം അന്ന് സാധിച്ചെടുത്തു. പൊതിച്ചോറെന്ന് കേട്ടപ്പോൾ തന്നെ അമ്മ നല്ലൊരു വാഴയില വെട്ടിത്തന്നു കേട്ടോ. നമ്മൾ ആ ഇല നല്ല അടിപൊളിയായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നല്ല സ്രാവിൻ്റെ മീൻകറിയുടെ മുകളിലേക്ക് നല്ല പുളിയിട്ട് വെച്ച നല്ല അടിപൊളി മീൻചാറ് ഒഴിച്ചു. പിന്നെ നല്ല ഉരുട്ടിയെടുത്ത നല്ല അടിപൊളി തേങ്ങാ ചമ്മന്തി ചോറിൻ്റെ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. നല്ല ക്യാബേജ് തോരൻ സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ മത്തി ഫ്രൈ വെച്ചിട്ടുണ്ട്. കപ്പ വേവിച്ചതും സൈഡിലായിട്ട് വെക്കുന്നു. എല്ലാം കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. നല്ല വായിൽ വെള്ളമൂറുന്ന കടുകുമാങ്ങ അച്ചാർ വെച്ചിട്ടുണ്ട് സൈഡിലായിട്ട്. പിന്നെ എല്ലാത്തിൽ നിന്നും ഏറ്റവും നല്ലൊരു അടിപൊളി അടാർ ഐറ്റം ഉണ്ട്. നല്ല കുരുമുളക് ഇട്ട് വരട്ടിയ ബീഫ് റോസ്റ്റ്, അതും ചോറിൻ്റെ മുകളിലായിട്ട് വെക്കുന്നു. പിന്നെ നല്ല കഷ്ണമീൻ വറുത്തത് സൈഡിലായിട്ട് വെക്കുന്നുണ്ട്. എല്ലാം കൂടെ കണ്ടിട്ട് നല്ല നാവിന്ന് അടിപൊളിയായിട്ട് വെള്ളം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പൊതിച്ചോറിൻ്റെ ഏറ്റവും നല്ലൊരു അംഗമാണ് മുട്ട പൊരിച്ചത്. നല്ല ഉള്ളിയും മുളകും ഇട്ട് വെച്ച മുട്ട പൊരിച്ചത് സൈഡിലായിട്ട് വെക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ കൂടിയപ്പോൾ നല്ല ഒരു അടിപൊളി പൊതിച്ചോറ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ അങ്ങ് മടക്കിയെടുക്കാം. അടിയിലുള്ള പേപ്പറും കൂടെ വെച്ച് അങ്ങ് മടക്കി നല്ല അടിപൊളിയായിട്ട് വെക്കാം. കൂട്ടുകാരെ, പിന്നെ ഞങ്ങൾ ഉച്ചവരെ ഒരു കാത്തിരിപ്പായിരുന്നു ഈ പൊതിച്ചോറിന് വേണ്ടി. അങ്ങനെ ഉച്ചയായപ്പോൾ കയറി വാടാ മക്കളെ എന്ന് പറഞ്ഞ് ഞങ്ങൾ പതിയെ ആ പൊതിച്ചോറങ്ങ് തുറന്നു. ആഹാ, നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. വായിക്കൂടെ കപ്പല ഓടിക്കാനുള്ള വെള്ളം വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഞങ്ങളിത് അകത്താക്കാൻ പോവുകയാണ്.